ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതാണ് ഇപ്പൊ ശരിയായിട്ടുള്ള സമയം. ശരിയല്ലേ നേട്ടാ? ഇന്നലെ ഒരു 10-30 പേരുടെ മീറ്റിംഗ് ഇവിടെ തിരുവല്ലയുണ്ട്. ഞാൻ അവിടെ ചോദിച്ച ചോദ്യം, നിങ്ങൾ വെസ്റ്റിനെ കുറിച്ച് കേട്ട എത്ര പേരുണ്ട്? ആരുമില്ല. ഞാനല്ലേ 10-30 പേരുടെ മീറ്റിംഗ് ആരുമില്ല, അവർക്ക് അറിയില്ല, അവർ കേട്ടിട്ടില്ല. അപ്പൊ വീണ്ടും എനിക്കിങ്ങനെ എന്റെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് തുടങ്ങി. രോമാഞ്ചം എന്താ? ആളുകൾ കേട്ടില്ലെന്ന് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം കൂടും. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടായാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പിന്റേതായിട്ടുള്ള രീതിയിൽ സെഷൻ എടുക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ആ ഒരു ബ്രാൻഡ് ന്യൂ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്തതിന്റെ പാർട്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിനാണ് ഇപ്പൊ നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് തന്നതിന് പ്രത്യേകം നന്ദി. സൗമ്യയ്ക്കും അതുപോലെ തന്നെ ഉണ്ണേട്ടനും പ്രത്യേകം സന്തോഷം. ഇനിയും കൂടുതൽ അച്ചീവ്മെന്റ്സ് ടീമിലായിക്കോട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ നന്നായിട്ട് വളരെ വേഗത്തിൽ ഉണ്ടാവട്ടെ. സർവേഷനെ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞതുകൊണ്ടാട്ടോ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞെത്തിക്കുന്നത്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, വെങ്കടേഷ് സാറിന് നമ്മുടെ ടീമിൽ ഇനിയും അനേകം ക്രൗഡിനെ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാനുണ്ടാവും. വെരി ഗുഡ് സന്തോഷമുള്ള കാര്യമാണ്. എനിക്കിപ്പോ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇത്രയും സമയം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ ബിസിനസ് ചെയ്തത് കൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഉണ്ണിയേട്ടനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അത് ഒരു ഈവൻ ടേക്കർ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നാളെ എപ്പോഴെങ്കിലും എനിക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്കൊരാൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ അങ്ങനെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ മിറാക്കിൾ മോർണിംഗിൽ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അനുസ്യൂതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് മാറിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു വലിയ സല്യൂട്ട് ഈ സമയത്ത്, ഒരു വലിയ സല്യൂട്ട്. 5 വർഷം തുടർച്ചയായിട്ട് ഈ സമയത്ത് എത്തുക എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മള് തുടർച്ചയായിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും അവിടെ റിസൾട്ട് വരും. ഇത് അനേകം വ്യക്തികൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ തുടർച്ചയായിട്ട് ഈ 5 മണിക്ക് വന്ന് ഈ പരിപാടി അല്ല 6 മണിക്ക് വന്ന് നടത്തുന്നത്. അത് എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പറയും അതിലൊരു വലിയൊരു ടീം വർക്ക് ഉണ്ട്. ഇപ്പൊ സുധീഷ് ആണ് ഐഡിയ ഓപ്പൺ ചെയ്യുന്നതും വീഡിയോ പ്ലേ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യും. അതെ. ഇതിനു മുമ്പ് കുറെ പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിട്ടുണ്ട്. എനിവേ ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ വെങ്കടേഷ് സാറ് പറഞ്ഞ വളരെ ശരിയാണ്. സുധീഷ് പല ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചുള്ള ദിവസമൊക്കെ ഒത്തിരി താമസമൊക്കെ വന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ സംഭവം ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ എഴുന്നേറ്റുണ്ടാവില്ല. അതായത് പുള്ളി ഇത് രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ഓണാക്കുകയും ചെയ്യും. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ അത് എനിക്കറിയാം വെങ്കടേഷ് സാറിന് ചെയ്യുന്ന ഒപ്പം തന്നെ സുധീഷിനും അതിനകത്ത് തുല്യ പങ്കുണ്ട്. എങ്കിലും ഇതിങ്ങനെ കോർഡിനേറ്റ് വഴി പോകാനായിട്ട് ഓരോ ദിവസം എന്ത് ചെയ്യണം, ഇന്ന് ആരെ വിളിക്കണ്ടേ, നാളെ ആരെ വിളിക്കണ്ടേ, മറ്റേ ദിവസം എന്താ ചെയ്യണേ, ഇത് എപ്പോഴും പ്ലാൻ ചെയ്തിരിക്കുന്ന അതിന്റെ ബ്രെയിൻ വെങ്കടേഷ് സാറിന്റെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വലിയ സല്യൂട്ട് എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ല, ഇതിലൊരു പോയിന്റ് ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഇത് കുറച്ച് ദൈവാനുഗ്രഹമുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. കാരണം എന്താ വെച്ചാല് പലപ്പോഴും വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് നാളെ എന്ത് ചെയ്യണം എന്ന് പ്രത്യേകിച്ച് വലിയ പ്ലാൻ ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ ആ സമയത്ത് നമ്മള് വീഡിയോ ആണ് ഇടേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ ഇടാനായിട്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യണ സമയത്ത് അന്നേക്ക് ആവശ്യമുള്ള വീഡിയോ അങ്ങനെ മുമ്പിൽ വന്നിട്ട് പലർക്കും അത് വളരെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ ഒരു ദൈവാനുഗ്രഹത്തോട് കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനതിന്റെ ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടെന്ന് മാത്രം. പക്ഷെ അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത്രമാത്രമാണ് എനിക്ക് തൽക്കാലം പറയാനുള്ളത്. എന്തായാലും ഇത്ര സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ ഈ ഒരു അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ നന്ദി അറിയിക്കാവുന്നതാണ്. അത്രമാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.